ഞാനൊരു രാഷ്ട്രീയ കുപ്പായിട്ടല്ല അവിടെ ചെന്നത്. ഒരു കലാകാരനായിട്ട് തന്നെയാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് മൊത്തത്തിൽ ഒരു ന്യൂ അവേക്കനിങ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കിങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നാൽ മതി. ഞാൻ വലതുവശത്ത് ഇടതുവശമായിട്ട് എന്നെ പോലുള്ള കുറച്ച് കലാകാരന്മാരുണ്ടാവും. ഞാനൊരു രാഷ്ട്രീയ കുപ്പായിട്ടല്ല അവിടെ ചെന്നത്. ഒരു കലാകാരനായിട്ട് തന്നെയാണ്. ഒന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും എൻ്റെ സമകാലീനരായിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. ഈ ആലു എം.എൽ.എ. അൻവർ സാദത്തും ഞാനൊക്കെ കൂടി ഒരുമിച്ച് സമരങ്ങളും കല്ലേറും കേസൊക്കെ ഇട്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ്. വി.ഡി. സതീശൻ ചേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി, എൻ്റെ തറവാടിൻ്റെ, അതായത് പുത്തമ്പേലിക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്ത്, അതിലൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ 10 വർഷത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു എൻ്റെ അപ്പാപ്പൻ. എൻ്റെ അപ്പനും അതുപോലെ തന്നെയായിരുന്നു. അപ്പാപ്പൻ ജയിലിൽ കിടന്നില്ല, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല ഞാനിവിടെ വരാനുള്ള കാരണം. ഞാൻ കലാരംഗത്തല്ലെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയ രംഗത്തായിരുന്നേനെ. ഈ ഇലക്ഷൻ വരുമ്പോൾ കലാകാരന്മാർ വന്ന് ചേരുന്നത് പോലെയല്ല. എനിക്ക് ഒരുപാട് വർഷത്തെ ഓർമ്മകളുണ്ട്. കാരണം 1990കളിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ VDSൻ്റെ സന്തത സഹചാരി പോലെ, അത് വോളണ്ടിയറായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം നമ്മുടെ ഈ കോൺഗ്രസ്സിലുള്ള ഗ്രൂപ്പുകൾക്കും കാര്യം ഞാൻ കുറച്ച് ഇമോഷണലാണ് പ്രതികരിക്കുന്നവനാണ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു പണിയല്ല രാഷ്ട്രീയം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാനത് പച്ചയ്ക്ക് പറയുന്ന ഒരാളായതുകൊണ്ട്. പിന്നെ എൻ്റെ ഭാഗ്യം കൊണ്ട് വഴിമാറി കലാകാരനായി മാറി. പക്ഷേ എൻ്റെ സമകാലീനരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ മുൻനിരയിലെത്തിയിരിക്കുക. പല സമയത്തും നമ്മൾ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടായിരുന്നില്ല. ഇപ്പോൾ VDS ആണെങ്കിലും ഈ മയക്കുമരുന്നിനെതിരെയൊക്കെ ഞാൻ പ്രതികരിച്ചപ്പോൾ ശക്തമായിട്ട് എൻ്റെ കൂടെ നിന്നതാണ്. ഐസൊലേറ്റഡ് ആയി പോവില്ല, ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ അൻവർ സാദത്ത് എം.എൽ.എ. ഞങ്ങളുടെ MLA ആണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ ഒരു നിര ഫ്രണ്ടിലേക്ക്, അതായത് എൻ്റെ കാലഘട്ടത്തിലുള്ളവർ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനും എൻ്റെ വ്യൂസും അവരുടെ വ്യൂസും ഒക്കെ കലാരംഗത്തും എല്ലാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാട്ടിൽ ഈ ആലുവയിൽ വന്നപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയായ MLA വി.ഡി. സതീശൻ്റെ നോർത്ത് പറവൂരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് സ്വാഗതം ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വലതുപക്ഷമാണെങ്കിലും ഞാൻ വലതുപക്ഷത്തെ ഇടതുപക്ഷമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. കാരണം തെറ്റുകൾ തിരുത്താനും ശബ്ദിക്കാനുമാണ് എനിക്ക് താല്പര്യം. എനിക്ക് ആ അധികാര സ്ഥാനങ്ങളോ അങ്ങനെ മോഹമൊന്നുമില്ല. എൻ്റെ ഇഷ്ടമേഖല കല തന്നെയാണ്. കോളേജും സ്കൂളിലൊക്കെ ഇനോഗ്രേഷന് പോയപ്പോൾ പല കുട്ടികളോടും നമ്മൾ ചോദിക്കും ഭാവിയിൽ എന്താവണം. അപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, ഞാൻ പഠിക്കുന്ന കാലഘട്ടം മുതൽ അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേദിയിൽ MLA മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് MLA മന്ത്രിയൊന്നും ആവണ്ടേ? കാരണം ഒരുപാട് നല്ല പ്രൊജക്ട്സുകൾ വന്നെങ്കിൽ നമ്മുടെ യുവത്വങ്ങളെല്ലാം നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ 10 ലക്ഷം പേരാ തിരിച്ചു വരാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പ്രൊജക്ട്സുകൾ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ റീമൈഗ്രേഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല നേതാക്കന്മാർ വേണം. അപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഡോക്ടറും എഞ്ചിനീയറും അല്ലാതെ മന്ത്രിയും MLA MP ഒന്നും ആവണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞത്, മന്ത്രി MLA ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് കേസ് നേരിടേണ്ടി വരും. ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം ഭരിക്കുക, പിന്നെ കേസാവുക, പിന്നെ വീണ്ടും ഭരണത്തിൽ വരുമ്പോൾ കേസ് മാറ്റുക, പിന്നെ വീണ്ടും അടുത്ത പാർട്ടി വരുമ്പോൾ ഭരിക്കുക. പക്ഷെ നാടിന് വേണ്ടത് നല്ല MP MLA ആണ് ഇനിയുള്ള കാലഘട്ടത്തിൽ. കാരണം യൂത്ത് വോട്ട് ചെയ്യാൻ പോലും വരുന്നില്ല എന്നുള്ളതാണ്. നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന സോങ്സ് നമ്മൾ പുതിയ റാപ്പേഴ്സിന് വെച്ചിട്ട് എറണാകുളം ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ നമ്മളത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം 18 തൊട്ട് 25-30 വരെയുള്ളവർക്ക് ആരാണ് കേരളത്തിലെ നേതാവ്, മുഖ്യമന്ത്രി ആരാന്ന് പോലും അറിയില്ല. നമ്മളൊരു സർവേ എടുത്തപ്പോൾ ഒരു അവബോധമില്ല. ഞാൻ പൊളിറ്റിക്സ് ഡിഗ്രി ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അന്ന് മുതൽ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ വിചാരിക്കും ഇവരെല്ലാം അപ്ഡേറ്റഡ് ആണെന്ന്. കേരള മുഖ്യമന്ത്രിയുടെ പേര് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത യൂത്തിലെ പിള്ളേരുണ്ട്. അപ്പോൾ അവരെ വോട്ടിങ്ങിലേക്ക് കൊണ്ടുവരിക. കാരണം ഡെമോക്രാറ്റിക് കൺട്രിയിലെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അവർ ഇലക്ഷൻ വരുമ്പോൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ. അപ്പോൾ അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നില്ല. അവരാണ് ഈ ആരാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കേഴ്സ്. ഇപ്പോൾ ഉള്ള പോൾ സർവേ ഒന്നും അല്ല. ആ യൂത്ത് വന്നാൽ അവരുടെ മൈൻഡ് എന്താണെന്ന് ആരും സർവേ എടുത്തിട്ടില്ല. അവരായിരിക്കും ആരാണ് ഭരണത്തിലെത്തുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവരെ വോട്ടിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെപ്പോലുള്ള മുന്നേ നടന്നു പോയിട്ടുള്ള ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മളെല്ലാവരുടെയും കർത്തവ്യം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും കോൺടാക്റ്റുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പല പ്രോഗ്രാംസിനും ഗസ്റ്റായിട്ട് പോകുന്ന ഒരാളാണ്. വീട് വെച്ച് കൊടുക്കുമ്പോൾ പോകുന്നതാണ്. പിന്നെ എൻ്റെ തറവാട് എന്ന് പറഞ്ഞാൽ നോർത്ത് പറവൂരാണ്, പുത്തമ്പേലിക്കരയാണ്. അപ്പോൾ അദ്ദേഹം വളരെ നമ്മുടെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ പാലാട്ടി എന്ന് പറഞ്ഞ കുടുംബമാണ്. അതൊരു വോട്ട് ബാങ്കാണ്. എനിക്ക് തോന്നുന്നു കുറേ വോട്ടുകളുണ്ട് അവിടെ. 10,000-15,000 വോട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി മീറ്റിനൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കുന്നത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന് ഈ ഞങ്ങളുടെ പഞ്ചായത്തോ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ പറഞ്ഞു, കേരളത്തിന് മൊത്തത്തിൽ ഒരു ന്യൂ അവേക്കനിങ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ കലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എക്കണോമിക്സിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയയിലാണെങ്കിലും ഏത് സ്ഥലത്തും അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. ആ അപ്ഡേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പിന്നിലേക്കല്ല പോകേണ്ടത്. പഴയ ഭരണമായിരുന്നു നല്ലത്, അല്ലെങ്കിൽ പഴയത് അങ്ങനെ പറയാതെ പുതിയ യെറ്റ് ടു കം, വരാനിരിക്കുന്ന ഭരണമായിരിക്കും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പുതിയ എൻ്റെ മകൻ എന്നെ അവെയർ ചെയ്യുന്നത് പുരോഗതിയാണ്, നാടിൻ്റെ പുരോഗതി. കാരണം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ യൂത്ത് ഇവിടെ നാട് വിട്ടു പോകുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം. അതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് തുറന്ന് സംസാരിക്കാൻ, ഒരു സുഹൃത്തിനോട് സംസാരിക്കാനുള്ള ഫ്രീഡം എനിക്ക് വീഡിയോസിനോടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരാളാണ്. അത് എവിടെ നിന്നാലും. കാരണം പി രാജീവേട്ടനായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം മന്ത്രിയാണ്. അപ്പം നല്ല ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പ്രസംഗത്തെക്കാൾ പ്രവർത്തിക്കുന്നവരുണ്ട്. ശരിക്കും എൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഏത് പാർട്ടിയിൽ നിന്ന് അവരെ മിനിസ്റ്റേഴ്സായിട്ട് വെക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഐഡിയോളജി. ഇപ്പോൾ ഈ കാണുന്ന പുഴ ഇവിടെ പായൽ നിറഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു ഓപ്പറേഷൻ ഇത് മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിച്ചു പി രാജീവേട്ടനെ കൊണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് മണ്ഡലമാണ്. അപ്പോൾ അവിടെ അതാണ് ഒരാളുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി ചേട്ടനോടും എനിക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ കിട്ടുന്ന കാശ് കൊണ്ടുവന്നിട്ടല്ല അദ്ദേഹം ജനസേവനം ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അറിയാം. അദ്ദേഹം സിനിമയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ജനസേവനം നടത്തിയിട്ടുണ്ട് ഒരുപാട്. അതിന് വീട്ടിൽ പോലും എതിർപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നവർ, ഞാൻ എൻ്റെ വീട് എൻ്റെ കാറെന്നും പറഞ്ഞ് ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധനസമ്പാദനത്തിനുള്ളൊരു പരിപാടിയാണ്. അതല്ല, ഇത് സർവീസാണ്. ഇതൊരു ശരിക്കൊരു പുണ്യപ്രവൃത്തിയാണ്. ആ ഒരു മൈൻഡിൽ വരുന്നവർ വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ചിലപ്പോൾ ഒരു പാർട്ടിയുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ആ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ സർവീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീഡിയോസിൻ്റെ ഒരു തരംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് പ്രോപ്പറായിട്ട് അതിന് സാധ്യതയുള്ള ആൾക്കാർ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കക്ഷിയാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്, എന്നെ പോലെ ഒരു തുറന്ന് പറയുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നാൽ മതി. നമ്മുടെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായാൽ മതി. അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ തിരുത്തനായിട്ട്, അതാണ് ഞാൻ പറഞ്ഞു, വലതുവശത്തെ ഇടതുവശമായിട്ട് എന്നെ പോലുള്ള കുറച്ച് കലാകാരന്മാരുണ്ടാവും. അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഒരു പഞ്ചായത്ത് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ കാലത്ത് മുതൽ ഓരോ വീടുകളിൽ ചെല്ലാൻ തയ്യാറായിരിക്കണം. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറ്റുള്ളൂ. അതെനിക്ക് പറ്റുമെന്നുള്ളൂ. ഞാൻ കുറേ സമയം എൻ്റെ ഫാമിലിയായിട്ട് ചിലവഴിക്കാനും പേഴ്സണലായിട്ട് അങ്ങനെ ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എവിടെയെങ്കിലും ഈ ഒരു സിനിമാ നടനായതുകൊണ്ട് അത് മാത്രം ചെയ്യുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ യാത്രകൾ പോകും. അപ്പോൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഞാനൊരു ലീഡറാണെങ്കിൽ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. എൻ്റെ ഫോൺ എപ്പോഴും ഓണായിരിക്കണം. ഞാൻ ഹൈഡ് ഔട്ട് ചെയ്യുന്ന ആളാണ്. ഒളിച്ച് പോയിട്ട് എവിടെയെങ്കിലും പല സ്ഥലങ്ങളിൽ പോയി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഈ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിലും ആരും കാണാതെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെൻ്റെ പ്ലസ്സാണ്. മറ്റതങ്ങനെയല്ല, അത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അത് എന്നെക്കൊണ്ട് ഇപ്പോൾ തൽക്കാലം പറ്റില്ല. നമ്മുടെ ആൾക്കാർ വരട്ടെ, ഞാൻ അവരെ കൊണ്ട് പല കാര്യങ്ങളും നടത്തിക്കാറുണ്ട്.